നമ്മൾ എത്ര ദൂരെയാണെങ്കിലും നമ്മളെ നാടുമായി കണക്റ്റഡ് ആക്കുന്ന ചില എലമെൻറ്റ്സ് ഉണ്ടാകും അല്ലേ? ഇത് ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. അന്നേ ദിവസം പ്ലാനൊക്കെ വേറെ ആയിരുന്നു. അബ്രയിൽ പോകണം, തിരിച്ച് പള്ളിയിലേക്ക് കൂടി കയറി തിരികെ റൂമിലേക്ക് വരണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പ്ലാനൊക്കെ തെറ്റിച്ച് മഴയെത്തി. അങ്ങനെ അബ്ര വിസിറ്റ് ക്യാൻസലായി. അതുകൊണ്ട് തന്നെ സ്ഥിരം പോകാറുള്ള ദുബായ് പള്ളിയിലുള്ള പോക്കും മുടങ്ങി. പിന്നെ മുമ്പിലുണ്ടായിരുന്ന ഓപ്ഷനാണ് ഷാർജ പള്ളി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മളെ നമ്മുടെ നാടുമായി കണക്റ്റ് ആക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവുമെന്ന്. അതിലൊന്ന് ഇവിടുത്തെ നമ്മുടെ പള്ളികളാണ് കേട്ടോ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മറ്റൊരു രാജ്യത്താണെന്ന് തോന്നാറേയില്ല. എല്ലാവരും മലയാളികളാണ്. പ്രാർത്ഥനാ രീതികളും കുന്തിരിക്കത്തിൻ്റെ മണവും കൊയറും കൽവിളക്കുകളും കൊടിമരവും അങ്ങനെ എല്ലാം നമ്മുടെ നാട്ടിലുള്ളതുപോലെ തന്നെ. നമ്മൾ നാട്ടിലാണെങ്കിൽ പള്ളിയൊക്കെ പിരിഞ്ഞതിന് ശേഷം പരിചയക്കാരൊക്കെ ആയിട്ട് വർത്തമാനം പറയുന്നതൊക്കെ പതിവാണ്. ഇവിടെയും പരിചയക്കാരുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കണക്റ്റഡ് ആയിട്ട് തോന്നി, ശരിക്കും നാട്ടിലെത്തിയ പോലെ. ചിലപ്പോഴൊക്കെ കരുതാറുണ്ട് കേട്ടോ, ഈ പള്ളികളൊക്കെ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു അമ്പലം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ മണമൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഒരു അമ്പലം. ഇടയ്ക്കൊക്കെ ചെന്ന് നമ്മുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാൻ കഴിയുന്നൊരിടം. ഇനി അങ്ങനെ ഒരിടം ഇവിടെ ഉണ്ടോ? ആരുടെയും അറിവിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ.